റമളാൻ, വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എത്തിക്കണേ എന്ന് ദുആ ചെയ്യുന്നുവെങ്കിൽ ആർക്കാണ് സഹോദരങ്ങളെ ഉറപ്പുള്ളത്? ആർക്കാണ് ഈ വരുന്ന റമളാനിൽ ജീവിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ലാത്ത പാവങ്ങളാണ് നമ്മൾ. ഉമറാക്കൾ എവിടെയുണ്ട്? ഞാൻ അവർക്ക് ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോഴും എന്തും സംഭവിക്കാം. ഒരു കാലത്ത് പരിശുദ്ധമായ റജബ് മുഴുവനും നമ്മുടെ അരികിൽ നിന്ന് കഴിഞ്ഞുപോയെങ്കിൽ വിധിയുണ്ട് എങ്കിൽ അടുത്ത കൊല്ലം വരും എന്ന പ്രതീക്ഷ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ, ഒരു ഉറപ്പുമില്ല. നമുക്ക് പല ആളുകളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മയ്യിത്ത് നിസ്കരിക്കുമ്പോഴും മയ്യിത്തിന്റെ കൂടെ പോകുന്ന സമയം ഖബറുകൾ ചെന്നുകൊണ്ട് മിൻഹാ ഖലഖ്നാക്കും മണ്ണ് ആ ഖബറിലേക്ക് വലിച്ചിടുന്ന ഘട്ടത്തിലും പടച്ചവനെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ രാത്രി എന്നെ ഖബറിൽ വെച്ചിട്ട് ഇതുപോലെ നാട്ടിലുള്ളവർ മണ്ണ് വലിച്ചെറിയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലോ, ഈ ഒരു ഓർമ്മ മനുഷ്യനിക്ക് വരുന്നില്ല. ഞാനടക്കമുള്ള നമ്മുടെ കഥകളാണ്. നഊദു ബില്ലാഹ്. പഴയ കാലത്ത് ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരണത്തിനും മറ്റുമൊക്കെ. ഇപ്പോൾ ഒരുവിധ അടയാളമോ ഒന്നുമില്ല. ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത മുവഫഖായ ഒരു പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി, ഹാഫിള് ഗൂഡല്ലൂർ മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ. നല്ല തഖ്വയുള്ളൊരു വാഇദാണ്, തഖ്വയുള്ളൊരു പണ്ഡിതനാണ്, മുഖ്ലിസായൊരു മുദരിസാണ്. എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ്. ഇന്നലെ ദേവർശോല 3-ാം ഡിവിഷനിലാണ് പ്രഭാഷണം. പാടന്തറ മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത്. ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തിയുന്ന ഘട്ടം അത് കഴിഞ്ഞിട്ട് കാസർഗോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമുത്ത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നേരം വെളുക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല, ഒരടയാളമില്ല. ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഡല്ലൂരിൽ താമസിക്കുന്നുണ്ട്. ഒരു പെങ്ങള് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത്. ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഅള് കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി. വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ? എത്ര നല്ല മുവഫഖായൊരു പണ്ഡിതനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ നേരം വെളുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല. ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതന്റെ ഖബർ യാ റബ്ബൽ ആലമീൻ, ഞങ്ങളുടെ ആ അനുജന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ധാരാളം വർഷം ദർസ് നടത്തി, ഒരുപാട് പണ്ഡിതന്മാരവിടെത്തി, ധാരാളം മുഅ്മിനീങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ ഭാഗങ്ങൾ 10,000 പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഅദുകളും ദർസും മറ്റ് അമലുകളും അതിന്റെ സവാബ് നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ ഖബർ, നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനേ. നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഇന്നിവിടെ വഅദ് പറയുന്നു, ഒരു പിടുത്തല്ല. നേരം വെളുക്കുമ്പോഴുള്ള അവസ്ഥ അറിയില്ല. ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. പഴശ്ശി ഉസ്താദ് ഇതുപോലെ നല്ല പ്രഭാഷണം നടത്തിയിട്ട് പെട്ടെന്ന് കേൾക്കുന്നു ലോകത്തോട് വിട പറഞ്ഞ വിവരങ്ങൾ. സാഹചര്യം അങ്ങനെയാണ്. പഴയ കാലത്ത് ചില അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒന്നുമില്ല. എപ്പോഴാണ് എന്താണ് ഒരു പിടുത്തമില്ലാത്തൊരു ഘട്ടം. ഇവിടെ ഞാൻ എന്റെ അനുജന്മാരോട്, ഉമ്മബംഗന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിൽ ഒരാളെയും വെറുക്കാത്ത, വെറുപ്പിക്കാത്ത,
ഒരൊറ്റ മനുഷ്യനെയും കരയിപ്പിക്കാത്തൊരു ജീവിതം, ഒരാളോടും പിണങ്ങാത്ത, വ്യക്തിപരമായി ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പുമില്ല, പിണക്കവുമില്ല. ആ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഞാനിവിടെ പോയി, ഇന്നലെ മസ്ഊദ് സഖാഫി പ്രസംഗിച്ച അവിടെ പോയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഞാനിപ്പോ അവരെ തമാശ പറഞ്ഞു, അത് പൊരുത്തപ്പെടിക്കണം. ഞാൻ പൊരുത്തപ്പെടിക്കാൻ നിൽക്കും. അവസ്ഥകളൊക്കെ ഒരു ചെറിയ വിഷമം തോന്നിയാൽ കഴിഞ്ഞില്ല കഥകളൊക്കെ. നമ്മൾ ആരോടൊന്നും വേണ്ട. ഈ റമദാനിൽ ഒരു നല്ല മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. പിണക്കോ കാര്യോ കുറച്ച് കടുപ്പാണ്. പിണങ്ങിയിട്ടാണോ റമദാൻ സ്വീകരിക്കുന്നതെങ്കിൽ അവൻ റമദാൻ മാസത്തെ ധിക്കരിച്ചവനാണ്, നന്ദി കെട്ടവനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ അത് വല്ലാത്തൊരു മാസമാണ്. ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ, ഇതാ 2-3 ദിവസം. ഈ ദിവസം വരുമ്പോഴേക്കും ഒരു നല്ല മനസ്സ്. ഇവിടൊക്കെ നനച്ചുള്ളി എന്നൊരു സാധനം ഉണ്ടാവില്ല അജിക്ക. ഇവിടൊക്കെ റമദാൻ വരുമ്പോൾ ഒരിക്കണ്ടല്ല, വീട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ആ മലപ്പുറത്ത് നനച്ചുള്ളി എന്ന് പറയും, ഇവിടെ എന്തുള്ളി എന്നാ പറയാ? ഇവിടെ എന്താ പറയാ? പേര് ഓരോ രാജ്യത്ത് ഓരോ പേരുകളൊക്കെ ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. റമദാൻ ഒരിക്കന്നാണ് എത്ര, ഞങ്ങളുടെ നനച്ചുള്ളി എന്നായിരുന്നു. മലപ്പുറത്തൊക്കെ നനച്ചുള്ളി അറിയും. എല്ലാവരും തട്ടിക്കൊട്ടി ഉഷാറായിട്ട് അതിന് അൽഹംദുലില്ലാഹ് ഈ പെങ്ങന്മാർക്കൊക്കെ അല്ലാഹ് ബർക്കത്ത് കൊടുക്കട്ടെ. റമദാൻ വരുമ്പോൾ ഒരു നല്ല അങ്ങനെ ഉണ്ടാവില്ല, നമുക്കതിനൊന്നും ഒഴിവില്ല. പക്ഷെ അതിലേറെ വിഷയം മനസ്സ് വൃത്തിയാക്കുന്ന ഒരു ഒരുക്കം. മനസ്സൊന്ന് വൃത്തിയാക്കണം. മഹാന്മാരൊക്കെ പഠിപ്പിച്ച കാണാം. നമ്മുടെ മനസ്സ് വൃത്തിയാക്കിയില്ല എങ്കിൽ അപകടമാണ്. റമദാനിന് നല്ലതുപോലെ ഖൽബിൽ ഇഹ്തിറാം ചെയ്യണം. ഇഹ്തിറാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോടൊരു വെറുപ്പില്ല, പിണക്കില്ല, ഒരു വിദ്വേഷമില്ല. അല്ലാഹു ആ ഖൽബ് നമുക്ക് നൽകട്ടെ. അങ്ങനെ നമുക്ക് സ്വീകരിച്ചൂടെ റമദാനെ? എന്താചാര്യ, അങ്ങനെ റമദാനെ സ്വീകരിച്ചൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും ഒരു ചെറിയ ആദരവ് കാണിച്ചിട്ടുണ്ടോ അവർക്ക് അല്ലാഹ് സന്തോഷം കൊടുക്കാതിരിക്കില്ല ജീവിതത്തിൽ.